ഫെബ്രുവരി 3 റിജോയുടെ ബർത്ത്ഡേ ആണ്. റിജോ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയവൻ. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് തലേ ദിവസം ഞങ്ങളൊരു ഡിന്നർ ഡേറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഈ പടികൾ കയറുമ്പോൾ എനിക്ക് നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു ലുക്കില്ലേ ഈ കേവായിട്ട് പോകുന്നത്. എന്തായാലും ഞങ്ങൾ മേളിലെത്തി. ഇതായിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസ്, ഒരു കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ്. ഞങ്ങൾ ചെന്ന പാടെ രണ്ടുപേരും ഒരു മോക്ടെയിൽ ഓർഡർ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. കൂടെ ഞങ്ങൾ ഈ ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. ഇത് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് എൻ്റെ കുറച്ച് പ്രഹസനം കൂടെ വേണമല്ലോ. ഈ ചിന്താവിഷ്ടയായ ഭാര്യ എന്ന് പറയുന്ന പോലെ ചിന്താവിഷ്ടയായ ഭർത്താവ്. നമുക്ക് ഫുഡിലേക്ക് എടുക്കാം. ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ സീ ഫുഡ് പാസ്തയും റിജോ വെയിലിൻ്റെ ഒരു ഡിഷായ എന്തോ ഒരു സംഭവം കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ നമുക്ക് പെപ്പറൊക്കെ ഇട്ട് വന്നു. അങ്ങനെ അത് കഴിച്ചു. ലാസ്റ്റ് നമ്മുടെ ഡെസേർട്ട് വന്നു. അപ്പോൾ അവർ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. ശരിക്കും പിറ്റേ ദിവസമാണ് ബർത്ത്ഡേ. ഗൈസ്, അച്ഛന് ഇപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. പ്രതീക്ഷിക്കത്തില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ പ്രത്യേകിച്ച് വലിയ റിയാക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും വിഷ്ണു ഷിബിനു. ഇത് റിജോയുടെ ബർത്ത്ഡേയുടെ ഈവനിങ് ആണ്. ആശൻ കാര്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. നമുക്കൊരു ബ്ലാക്ക് ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. ഈ നല്ല ദിനത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഈ നല്ല ദിനത്തിൽ നമ്മൾ റിജോ ബ്രോനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. പുള്ളിയുടെ സമർത്ഥമായ സ്വാധീനം കാരണമാണ് നമ്മൾ ഈ ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ വർണ്ണം തന്നെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയ്ക്കധികം ബഹുമാന ആദരണീയനായ റിജോ ബ്രോയ്ക്ക് എൻ്റെ മംഗളാശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതോ, ഇത് നമ്മൾ റിജോ ബ്രോയെ അണിയാനും ചാർത്താനുമായിട്ടുള്ള ഹാരകമാണ്. നമ്മളെന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിൽ. ഇത് പെണ്ണുങ്ങളുടെ മാസ്ക് ആണോ ഇത്? ഇത് പെണ്ണുങ്ങളുടെ അതെ, നമ്മള് IS മുദ്രയുള്ള ആളാണ്. ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴേ പറഞ്ഞു യൂട്യൂബിൽ ഇടാനുള്ളതാണ്. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സാധനം കരുതിയിട്ടുണ്ടത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ.